ചേർത്തല ആയിഷ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യനെ തെളിവെടുപ്പിനെത്തിച്ചു. ആയിഷ, റോസമ്മ എന്നിവരുടെ വീടുകളിലാണ് തെളിവെടുപ്പ്. 2012 കാണാതായ ആയിഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, തെളിവെടുപ്പ് ഇപ്പോഴും നടക്കുകയാണോ? അതെ ആര്യ, സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലും ആര്യ പറഞ്ഞതുപോലെ ഐഷയുടെയും സെബാസ്റ്റ്യന്റെയും ഐഷയുടെയും കോമൺ ഫ്രണ്ട് സുഹൃത്തായ റോസമ്മയുടെയും വീട്ടിലാണ് അന്വേഷണ സംഘം നിലവിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യനെ അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ, ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് പള്ളിപ്പുറത്ത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ റോസമ്മയുടെ വീട്ടിലെത്തിച്ചു. അതായത് റോസമ്മയുടെ വീടിൻ്റെ എതിർവശത്തായിട്ടൊരു കോഴി ഫാം ഇവരെല്ലാവരും കൂടി നടത്തിയിരുന്ന ആ കോഴി ഫാമിനുള്ളിൽ സെബാസ്റ്റ്യൻ ഒരുപക്ഷെ ഐഷയും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തിരച്ചിൽ നടത്തിയത്. പക്ഷേ അവിടെ നിന്ന് അസ്ഥി കഷ്ണങ്ങളൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് മൂന്നാമത്തെ സ്ത്രീകളുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റ്യനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 സ്ത്രീകളെയും ഒരേപോലെ, അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും മറ്റും സ്വന്തമാക്കിയതിനു ശേഷം ഇവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ്, എല്ലാ കേസുകളും നടന്നത് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ്. കോട്ടയത്തെ ജൈനമ്മയുടെ കേസ് ഒഴിച്ചു ബാക്കി എല്ലാ കേസുകളും നടക്കുന്നത് 10 വർഷങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക, സാഹചര്യ തെളിവുകൾ കണ്ടെത്തുക എന്നൊക്കെയുള്ളത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ കേസ് കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി രഘു.